ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞ് നടക്കുന്നത്. ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ ഞാൻ കാർഡുകൾ ഷഫിൾ ചെയ്യാണ്. സ്കാറ്ററിങ്. ഫസ്റ്റ്, the devil, the sun, knight of swords, ace of wands, ഒരു കാർഡ്, page of cups, six of swords, knight of wands, temperance, the star, wow, nine of swords, four of cups ആണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്നിരുന്നത് ഡബിളാണ്. അപ്പോൾ കുറച്ച് പേര് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ചൊരു സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് സ്വാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്കങ്ങനെ മറ്റുള്ളവരോട് വലിയ സ്നേഹമൊന്നുമില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് ഒന്നും നോക്കാത്ത സ്വന്തം സുഖം മാത്രം നോക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കുറച്ച് പേർ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കാം. പിന്നെ അങ്ങനെ ഒരു വ്യക്തി ആയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി കടന്നുപോയ സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കണം. കാരണം നമ്മൾ കുറേ ആൾക്കാരോട് സഹകരിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എല്ലാവരിൽ നിന്നും കുറേ നെഗറ്റീവ് എനർജിയും ബാക്ക് സ്റ്റാബും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്താവെന്ന് വെച്ചാൽ, പിന്നീട് ഒരു സമയം നമ്മളെല്ലാവരിൽ നിന്നും കുറച്ച് അകന്ന് നിൽക്കുകയും, അതുമാത്രമല്ല നമുക്ക് അവരെ പോളിഷ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ തന്നെ കുത്തിക്കൊണ്ടിരുന്ന് നമുക്ക് സ്വയം സന്തോഷിക്കാൻ പറ്റാതെ ആവുമ്പോൾ നമ്മൾ പിന്നെ പതിയെ പതിയെ നമ്മളെല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ ഫീലിങ്സ് നോക്കാതെ നമ്മുടെ അഭിപ്രായം തുറന്നു പറയും. മറ്റുള്ളവരെന്ത് വിചാരിച്ചാൽ ഐ ഡോണ്ട് കെയർ എന്ന്. അങ്ങനെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു സത്യസന്ധമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണമാണത്. പക്ഷേ അത് മറ്റുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു വ്യക്തിയായിരിക്കും നിങ്ങൾക്കുള്ളിലും. അതുമാത്രമല്ല, കുറച്ച് പേര് എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കൂടെ കൂടരുത്, നിങ്ങളുടെ കൂടെ കൂടിയാൽ നിങ്ങൾ ചതിക്കും, നിങ്ങൾക്ക് നിങ്ങൾ മാത്രം നന്നായി ഇരുന്നാൽ മതി, മറ്റുള്ള കൂടെയുള്ളവരെ കുറിച്ച് ഇവർ ചിന്തിക്കുകയില്ല, അതുകൊണ്ട് അവരോട് കൂടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നവരും ഉണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ദ സണ്ണാണ്. നിങ്ങളെക്കുറിച്ച് അത്രയ്ക്കും നല്ല രീതിയിൽ പറയുന്ന വ്യക്തികളും ഉണ്ട്. അതായത് നിങ്ങളെ കാണുമ്പം തന്നെ അവർക്കൊരു പോസിറ്റിവിറ്റി വരുന്നു. നിങ്ങളൊരു സ്പിരിച്വലി, അതായത് നമ്മൾ ഇങ്ങനെ നേരെ പോകുന്ന ആ റൂട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മളെ കാണുമ്പോൾ തന്നെ പലർക്കും ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. സോ അങ്ങനെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളൊരു സക്സസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അതെല്ലാം പെർഫെക്റ്റായിട്ട് അതിൽ ഒരു വിജയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ചെറുതായിട്ടാണെങ്കിൽ പോലും കുറച്ച് പേരൊക്കെ നല്ല രീതിയിൽ ഒരു സക്സസ് ആയിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളുണ്ടാവും. എന്തായാലും ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യം പോലും അതൊരു നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യും. അത് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ ചെയ്യുന്ന കാര്യത്തിലെല്ലാം നിങ്ങളുടേതായ ഒരു കയ്യൊപ്പുണ്ടാവും, നിങ്ങളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്കൊരു പോസിറ്റിവിറ്റിയും സന്തോഷവും എല്ലാം തോന്നുന്നു എന്നാണ് കുറച്ച് പേര് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് സോർട്സ് ആണ്. നിങ്ങളൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയാൽ അതിൽ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. അതിനെ എങ്ങനെയെങ്കിലും നിങ്ങൾ സക്സസ് ആക്കും. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. അത് ഏത് വിധേനയായാലും, അതിപ്പോൾ നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലായാലും അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് അത് ഒരു അടുക്കും ചിട്ടയായിട്ട് മുന്നോട്ട് പോവുകയും അതിൽ നിന്ന് നിങ്ങൾക്കൊരു സക്സസ് കിട്ടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് വളരെ ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ വളരെ ഒരു എഫിഷ്യൻ്റാണ്, നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നും കുറച്ച് പേർ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് നല്ല അറിവും ഉണ്ട് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ്. കുറച്ച് പേർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അവരുടെ ലൈഫിൽ അവരെങ്ങനെ ഇരുന്നാലും അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഇരുന്നാലും പ്രശ്നമല്ല, പക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കുറച്ച് നിൽക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ബോധേഡല്ല എന്നാണ് നിങ്ങളെക്കുറിച്ച് കുറച്ച് പേര് പറഞ്ഞു നടക്കുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആൾറെഡി പറഞ്ഞു ഞാൻ ഒരുപാട് കഴിവുകളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല പല ഐഡിയാസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഐഡിയാസ് വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓരോരോ സമയങ്ങളിലായിട്ട് നിങ്ങൾ പഠിക്കും.
പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അതുവഴി നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നു. അതിൽ കുറച്ച് പേർക്ക് കലാപരമായ കഴിവുകളുണ്ട് നിങ്ങൾക്ക് തന്നെ സ്വയം. അതൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾക്ക് പല പല കഴിവുകളുണ്ടെന്ന് പലർക്കും മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലരും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തിയാണ്, കുറച്ച് നല്ല നോളജുള്ള വ്യക്തിയാണെന്നൊക്കെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ നല്ല ഒരു യങ് ആയിട്ടിരിക്കും എന്നാണ് കാണുന്നത്. അത് മാത്രമല്ല നിങ്ങൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുമാത്രമല്ല നിങ്ങൾ ഒരു പ്രായത്തിൽ കവിഞ്ഞ് ഒരു യങ് ആയിരിക്കും നിങ്ങൾ. അതായത് ഇപ്പം ഒരു 40 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കണ്ട ഒരു 25-30 വയസ്സ് പറയുന്ന അങ്ങനെ ഒരു പലരും അങ്ങനെ ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ഒരു യങ് എനർജി ആയിരിക്കും നിങ്ങൾ. നിങ്ങളുടെ രൂപത്തിലും അങ്ങനെ ആയിരിക്കും നിങ്ങൾ. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും എല്ലാത്തിലും നിങ്ങൾ അങ്ങനെ ഒരു എനർജറ്റിക് ആയിരിക്കും. നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ രീതികളും എല്ലാം അങ്ങനെയാണ്. നിങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും അതൊരു അതിശയമായിട്ട് തോന്നാറുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ യങ്ങായിട്ടിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പലരും പറയാറുണ്ട്. നിങ്ങളെക്കുറിച്ച് പൊതുവെ അങ്ങനെ പറയുന്ന കുറേ വ്യക്തികളുണ്ടെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പലരും നിങ്ങളെ കാണുമ്പോൾ പൊതുവെ ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെ ഇരുന്നാൽ നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിക്കാറുണ്ട്. ഫിസിക്കലി മാത്രമല്ല നിങ്ങളുടെ വർക്കുകളും നിങ്ങളുടെ സംസാരമായിരിക്കാം, നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആയിരിക്കാം. അതുപോലെ എനിക്കും ആകാൻ കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിക്കുന്ന കുറേ വ്യക്തികളുണ്ട്, അങ്ങനെ പറയുന്ന വ്യക്തികളുമുണ്ട്. അതുമാത്രമല്ല കുറച്ച് പേര് ഇങ്ങനൊരു വ്യക്തി എൻ്റെ ലൈഫിൽ വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറേ വ്യക്തികളും അങ്ങനെ പരസ്പരം പറയുന്ന വ്യക്തികളും ഉണ്ട് എന്നാണ് കാണുന്നത്. ഫസ്റ്റ് ഇവിടെ 6 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. കുറച്ച് പേർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേ വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അത്രയും സങ്കടങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയ ഒരു വ്യക്തിയാണ്. കുറേ പ്രശ്നങ്ങൾ, വഴക്ക്, നിങ്ങളെ പലരും കൂടെ കൂട്ടിയിട്ട് ആക്രമിക്കുന്നു എന്ന് പറയില്ലേ, 4 സൈഡിൽ നിന്നും വളഞ്ഞിട്ട് നിങ്ങളെ ആക്രമിക്കുക, നിങ്ങളെ വേദനിപ്പിക്കുക, നിങ്ങളെ തളർത്തുക, നിങ്ങളെ എല്ലാവരുടെയും മുമ്പിൽ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തി എന്നൊക്കെ വരുത്തി തീർക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെ നിങ്ങളൊരു കടന്നുപോയ വ്യക്തിയാണ്. അങ്ങനെ കുറേ വർഷം അതിൽ തന്നെ നിങ്ങൾ പെട്ടുനിന്ന് വേദനിച്ചിട്ട് ഉള്ള വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിനെയെല്ലാം വിട്ടിട്ട് മൂൺ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ആയി, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി കഴിഞ്ഞു എന്നാണ് കുറച്ച് പേർ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിനെല്ലാം നിങ്ങൾ മൂൺ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ന്യൂ ഫ്യൂച്ചർ, നല്ലൊരു ഫ്യൂച്ചർ, ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ പോകുന്നു എന്നും നിങ്ങളെക്കുറിച്ച് പറയുന്ന വ്യക്തികൾ ഉണ്ട് എന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ഇവിടെ ആൾറെഡി നൈറ്റ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങളിപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് സംസാരിക്കാൻ തുടങ്ങി എന്നാണ് ഇവിടെ കാണുന്നത്. അതായത് ഇതിനു മുമ്പെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും നിങ്ങൾ പറയാൻ വന്നിട്ട് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ പലപ്പോഴും നിങ്ങൾ വിഴുങ്ങാറുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടുമില്ല, അത് അക്സെപ്റ്റും ചെയ്തിട്ടില്ല, അത് ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു, സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുന്നു. അത് മറ്റുള്ളവർ സ്വീകരിക്കുന്നോ ഇല്ലയോ, എൻ്റെ അഭിപ്രായം ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്കിതാണെങ്കിൽ മതി, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ എത്തിച്ചേർന്നു. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് എന്നാണ് നിങ്ങളെക്കുറിച്ച് കുറച്ച് പേർ പറഞ്ഞു നടക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വളരെ ഫോക്കസ്ഡ്, നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമോ അതിലാണ് ഇപ്പോൾ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കുന്നത്. അത് വളരെ ഫാസ്റ്റായിട്ട് അതിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് കുറച്ച് പേർ പറഞ്ഞു നടക്കുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ടെമ്പറൻസ് ആണ്. നേരത്തെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ഇല്ലാതെ ഇരുന്നു. പല പല പ്രശ്നങ്ങൾ, നിങ്ങളുടെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ള ഒരു ലൈഫ് ആയിരുന്നില്ല, ഒരു ബാലൻസ്ഡ് ആയിരുന്നില്ല. പ്രശ്നങ്ങൾ, ഒരിക്കൽ പ്രശ്നം കുറച്ച് ദിവസം സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ തന്നെ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റും നടന്നുകൊണ്ടിരിക്കും. കുറച്ച് സന്തോഷമായിട്ടിരിക്കും, കുറച്ച് ഭയങ്കര ദുഃഖത്തിൽ പോവും. അങ്ങനെ ഒരു ബാലൻസ്ഡ് ഇല്ലാത്ത ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബാലൻസിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത്. അതുമാത്രമല്ല നിങ്ങളുടെ ലൈഫിലായാലും ഇപ്പോഴൊരു ബാലൻസ് വരാൻ തുടങ്ങി എന്നും നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ദ സ്റ്റാർ ആണ്. ദ സണ്ണും ദ സ്റ്റാറും വന്നിട്ടുണ്ട്. ഇനി പറയാനില്ല. നിങ്ങളെ കാണുമ്പോൾ കുറേ പേർക്ക് വളരെ ഒരു ഹീലിംഗ്, നിങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ അവർക്കൊരു ഹീലിംഗ് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അല്ലാതെ നിങ്ങളോട് സംസാരിക്കുന്നവരായാലും
കുറച്ച് പേർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നിയിട്ടുണ്ടാവാം നിങ്ങൾ വളരെ പരുക്കനാണ്, ആൾറെഡി ഡബിൾ വന്നതുകൊണ്ട് നിങ്ങൾ വളരെ പരുക്കനാണ്, നിങ്ങളെ അടുപ്പിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്ന കുറേ വ്യക്തികളുണ്ട്. കുറേ വ്യക്തികൾ നിങ്ങളെ അടുത്തിരുന്ന് സംസാരിക്കാനും നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്കൊരു പോസിറ്റിവിറ്റിയും സന്തോഷവും അവർക്ക് കിട്ടുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയില്ലായിരിക്കും, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ കുറച്ച് പേരൊക്കെ നിങ്ങൾ തന്നെ ആൾറെഡി ഒരു ഹീലർ ആയിരിക്കാം. മറ്റുള്ളവർക്ക് സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ എല്ലാം കണ്ണടച്ച് അങ്ങനെയല്ല, ഇങ്ങനെ ഒരു വേർഷൻ കൂടെ ഇതിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരു കഴിവൊക്കെ നിങ്ങൾക്കുണ്ടാവും. സോ അതുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സ്റ്റാറാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൊരു സക്സസ് ആയി നിൽക്കുന്നുണ്ടാവാം. ചിലപ്പോൾ കുറേ പേർക്കൊക്കെ നല്ല മണി ഉണ്ടാവാം. അങ്ങനെ മൊത്തത്തിൽ നിങ്ങളെ നോക്കിയിട്ട് നിങ്ങളൊരു സ്റ്റാർ ആണെന്ന് പറയുന്നുണ്ടാവാം. അതും അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ ഇല്ലയോ, എപ്പോഴും മറ്റുള്ളവർക്ക് കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ വളരെ ഹാപ്പിയാണ്, ഒരു സ്റ്റാറിനെ പോലെയാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത്. അങ്ങനെ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു നടക്കുന്നവരും ഉണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ കുറച്ച് പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങളുടെ എനിമീസ് ആൻഡ് റിലേറ്റീവ്സ് ഒക്കെ ആയിരിക്കാം, കുറച്ച് പേർ കൂടെ ഉള്ളവർ തന്നെ ആയിരിക്കാം പറയുന്നത്. 9 ഓഫ് സോർട്സ് ആണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ല, ഒരു സമാധാനവും ഇല്ല. നിങ്ങളിങ്ങനെ ഫുൾ ടൈം കരഞ്ഞ് വേദനിച്ച് നിങ്ങളുടെ ജീവിതമേ ഒരു നരകമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്, നിങ്ങളെ ആർക്കും ഇഷ്ടമില്ല, നിങ്ങളുടെ ജീവിതമേ ഒരു ഫെയിലിയറാണ്, നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ നിങ്ങൾ ദുഃഖത്തിലാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് പേരുണ്ട്. അത് വളരെ കുറച്ച് പേരാണ്. ബാക്കിയെല്ലാം വന്നത് ഞാൻ ആൾറെഡി പറഞ്ഞു. ബോൾഡ് ആൻഡ് സണ്ണ്, സ്റ്റാർ, ഏസ് ഓഫ് വാൺസ്, 9 ഓഫ് സോർട്സ്, നൈറ്റ് ഇതെല്ലാം വന്നിട്ടുണ്ട്. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഇങ്ങനൊരു അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ ആൾറെഡി. കൂടുതൽ ബോട്ടത്തിലും 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ കപ്സ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല എന്നാണ് കുറച്ച് പേര് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സെറ്റായില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണറെ അല്ല നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ഇത്രയും കഴിവുകളുണ്ട്, നിങ്ങൾ കാണാൻ ചിലപ്പോൾ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, യങ് ആൻഡ് ബ്യൂട്ടിഫുള്ളൊക്കെ ആയിരിക്കാം, കുറേ കഴിവുകൾ നേടി നിങ്ങൾ അതിലും അച്ചീവ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു റിലേഷൻഷിപ്പ് പാർട്ട്ണറും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല. നിങ്ങളുടെ മുമ്പിൽ ആ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഹോപ്പും ഇല്ല എന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതിൽ എത്ര പേർക്ക് റെസണേറ്റ് ആയോ അവരെ വന്ന് കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.